السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. فاذكروني أذكركم واشكروا لي ولا تكفرون. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. സൂറത്തുൽ ബഖറ 152 വരെയുള്ള ആയത്തുകൾ നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇനി 2 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫദ്കുറൂനി, എന്നെ നിങ്ങൾ ഓർക്കുക. അദ്കുർക്കും, ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂ ലീ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയും ചെയ്യുക. വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദികൾ കാണിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചവരെ, ഇസ്തഈനൂ, നിങ്ങൾ സഹായം തേടുക. ബിസ്സബ്ർ, സബ്ർ കൊണ്ട്, വസ്സലാ, സ്വലാത്ത് കൊണ്ട്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, മഅസ്വാബിരീൻ, സബ്റുള്ളവരുടെ കൂടെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകം അൽ-ബഖറ എന്ന സൂറത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇസ്രായേൽ സമൂഹത്തിന്റെ സ്വഭാവം വളരെ വ്യക്തമായി വിശദീകരിക്കുകയുണ്ടായി. അവർ കാണിച്ച നന്ദികേടിനെ കുറിച്ച് പറയുകയുണ്ടായി. വിശ്വാസികൾക്ക് വലിയ താക്കീതും മുന്നറിയിപ്പും ആയിക്കൊണ്ട് അങ്ങനെ ഒരു സമൂഹത്തിന്റെ കഥ വിവരിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ വിപുലമാറ്റം എന്ന് പറയുന്ന മഹാസംഭവം നടന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഒരിടത്ത് എത്തിയിരിക്കുകയാണ്. അതിനുശേഷമാണ് ഫ എന്ന് പറഞ്ഞാൽ അതിനാൽ, അതുകൊണ്ട്. ഈ ഇസ്രായേൽ സമൂഹം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട്, വിപുലമാറ്റം നടന്നതുകൊണ്ട്, ആ വിപുലമാറ്റത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, സംഭവവികാസങ്ങൾ, അതൊക്കെ ആയതിനാൽ, അങ്ങനെയൊക്കെ ഉള്ളതിനാൽ, ഇതെല്ലാം കൂടിയാണ് ഈ ഫ എന്ന് പറഞ്ഞ അക്ഷരം. അതിനാൽ, ആയതിനാൽ. എന്താണ്? അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർമ്മിക്കുക, എന്നെ സ്മരിക്കുക. ഇവിടെ നമ്മൾ മുമ്പേ പഠിച്ചു വരാനുള്ള ഒരു കാര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഫ എന്നതിന്റെ ശേഷം എഴുതിയിട്ടുള്ള ഒരു ഹംസ ഉണ്ട്. കാണുന്നില്ലേ? മുസാഫിൽ നോക്കി നോക്കി, എന്താണ് അതിന്റെ മുകളിൽ കാണുന്നത്? അവിടെ ഒരു ചെറിയ സ്വാദിന്റെ പാതി ഒരു ചിഹ്നമായിട്ട് കൊടുത്തത് കാണാം, ആലിഫിന്റെ മേലെ അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹംസത്തുൽ വസ്ൽ എന്നാണ് അതിന് പറയാ. ഹംസത്തുൽ വസ്ൽ, വസ്ലിന്റെ ഹംസ.
അഥവാ അതിന് തൊട്ടു മുമ്പുള്ളതിനോട് ചേർത്ത് പറയുമ്പോൾ ഉച്ചാരണം നഷ്ടപ്പെടുന്ന ഹംസയായതുകൊണ്ടാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത്. ബിസ്മി എന്ന് എഴുതുമ്പോൾ ബി പ്ലസ് ഇസ്മു എന്നതിന്റെ ഇസ്മിന്റെ ആദ്യത്തെ ഹംസ ഹംസത്തുൽ വസ്ൽ. അതുകൊണ്ടാണ് ബി ഇസ്മി എന്ന് പറയാതെ ബിസ്മി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാടുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നിടത്ത് ഉള്ള ആദ്യത്തെ ഹംസ അൽഹംദു എന്ന് പറയുന്നതിന്റെ ആദ്യത്തിലുള്ളത് അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് എന്നാണ് പറയുന്നത്. റഹീമി എന്നതിനോട് ഇത് ചേർത്ത് വായിക്കുമ്പോൾ ആദ്യത്തെ ആ ഹംസ നഷ്ടപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ കൂട്ടിയാണ് വായിക്കുന്നതെങ്കിൽ നുഹ്ദിന എന്നാണ് വായിക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നായതുകൊണ്ട് അതിന്റെ ശേഷം വരുന്നത് ഹംസത്തുൽ വസ്ൽ ആയതുകൊണ്ട് ചേർത്ത് വായിക്കുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണ് വായിക്കുക. അങ്ങനെ കൂട്ടി വായിക്കുന്നില്ലെങ്കിൽ എന്താ വായിക്കുക? അൽഹംദു എന്നാണ് വായിക്കുക. റഹീമിൽ ഹംദു എന്നാണെങ്കിലും ഒറ്റയ്ക്ക് തുടങ്ങി വായിക്കുമ്പോൾ അൽഹംദു എന്നാണ് വായിക്കുക. അതുപോലെ ഇഹ്ദിന എന്നാണ് വായിക്കുക. ഇഹ്ദിന എന്നാണ് വായിക്കുക. ഇതൊക്കെയാണ് ഈ ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത് കൊണ്ട് ഉള്ളത്. ഇവിടെ ഉള്ളതും അതേപോലെ ഒരു ഹംസത്തുൽ വസ്ലാണ്, ഫ കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഹംസ നഷ്ടപ്പെട്ടു പോകും. ഫദ്കുറൂനി എന്നായിരിക്കും. ഫദ്കുറൂനി മനസ്സിലായോ? പാഠം ആ ഇല്ല ഉച്ചരിക്കും. ഇനി നമ്മളവിടെ പാഠം മുറിച്ചിട്ട് പറയുമ്പോൾ ഉദ്കുറു എന്നാണ് പറയാ. അതെന്തുകൊണ്ടാണ് ഉദ്കുറു എന്ന് പറയുന്നത് ഇദ്കുറു എന്ന് പറയാത്തത് എന്നത് വേറൊരു നിയമമാണ്. അത് വ്യാകരണമാണ്. ഒരാളോട് ഇരിക്കാൻ പറയുമ്പോൾ ഇജ്ലിസ് എന്നാണ് പറയാ. അപ്പൊ അവിടെ ആദ്യത്തിൽ ഈ എന്നാണ് പറയുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഹംസത്തുൽ വസ്ലാണ് അതിന്റെ ഫസ്റ്റിലുള്ള തുടക്കത്തിലുള്ളത്. പക്ഷെ അവിടെ ഈ എന്നാണ് ഉച്ചരിക്കുക, ഇവിടെ ഉ എന്നാണ് ഉച്ചരിക്കുക. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ പദവും അറബി ഭാഷയിൽ പറയുമ്പോൾ അതിന്റെ മാവിയും മുതാരിയും ആയിട്ടാണ് പറയാം. അങ്ങനെയാണ് പറയാം. എന്ന് പറഞ്ഞാൽ ഭൂതകാല ക്രിയയും പിന്നെ വർത്തമാനം ഭാവിയും ഒന്നിച്ച് അങ്ങനെയാണ് പറയാം. അപ്പൊ അങ്ങനെ പറയുമ്പോ സാധാരണ നിലയില് മുതാരിയോ അഥവാ വർത്തമാനവും ഭാവിയും ചേർന്നിട്ടുള്ളതിന് 4 അക്ഷരങ്ങളുണ്ടാകും. മനസ്സിലാവില്ലാന്ന് ആദ്യം തീരുമാനിക്കരുത്. 4 അക്ഷരങ്ങളുണ്ടാകും. ഫഅല 3 അക്ഷരമാണ്, യഫ്അലു 4 അക്ഷരമാണ്. അല്ലേ? അല്ലേ? ആണോ? അല്ലേ? ആണ്. ജലസ യജ്ലിസു. യജ്ലിസു മുതാരിയിൽ എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരമുണ്ട്. യജ്ലിസു അല്ലേ? ദഹബ യദ്ഹബു എത്ര അക്ഷരമുണ്ട്? യദ്ഹബു. ഇങ്ങനെ 4 അക്ഷരങ്ങൾ വരുമ്പോൾ മുതാരിയിൽ 4 അക്ഷരങ്ങൾ വരുമ്പോൾ മൂന്നാമത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് ഏതാണ് എന്ന് നോക്കുക. മൂന്നാമത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത്. അപ്പോ യദ്ഹബു എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഹർക്കത്ത് എന്താണ്? യദ്ഹബു എന്ന് പറഞ്ഞാലോ മൂന്നാമത്തത് പത്താണ്. യജ്ലിസു എന്ന് പറഞ്ഞാലോ ഏതാണ്? എന്താണ് മൂന്നാമത്തെ ഹർക്കത്ത്? കസ്റാണ്. ക്ലിയർ ആണോ? ആണോ? ദക്കറ യദ്കുറു എന്നാണ് പറയാ. അപ്പൊ മൂന്നാമത്തെ എന്താണ്? ഓക്കെ. അപ്പൊ മൂന്നാമത്തെ അക്ഷരത്തിന് ഫത്തഹ് വരാം, കസ്റ് വരാം, ദമ്മ് വരാം. ആ ഈ ഉ ഈ 3 ശബ്ദങ്ങളും വരാം, മാറി മാറി വരും. അങ്ങനെയെങ്കിൽ
മൂന്നാമത്തെ അക്ഷരത്തിന് ഫതഹോ കസ്റോ ആണ് വരുന്നതെങ്കിൽ അതിന്റെ അംറിന് കസ്റായിരിക്കും. അതുകൊണ്ടാണ് ഇജ്ലിസ്, ഇദ്ഹബ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അതേസമയം മൂന്നാമത്തെ അക്ഷരത്തിന് ലമ്മായതുകൊണ്ട് അംറിനെ ലമ്മായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ദക്കറ യദ്കുറു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്കുറു എന്ന് പറയാനുള്ള കാരണം. എന്താ മനസ്സിലായത്? ഒന്നും മനസ്സിലാവില്ല എന്ന് മനസ്സിലായതാണോ? അതായത് മാലി ഉണ്ടാവും, മുതാരിയും ഉണ്ടാവും. ഫഅല എന്ന് പറഞ്ഞാൽ മാലിയാണ്, യഫ്അലു മുതാരിയാണ്. ഇതുപോലെ ലഹബ യദ്ഹബു, ജലസ യജ്ലിസു, ദക്കറ യദ്കുറു, ഇങ്ങനെ എല്ലാം മാലിയും മുതാരിയും ഉണ്ടാവും. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞത്, പോയി, കഴിഞ്ഞു. ദഹബ പോയി, യദ്ഹബു പോകുന്നു അല്ലെങ്കിൽ പോകും, ജലസ ഇരുന്നു, യജ്ലിസു ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ മുതാരിന് പൊതുവെ 4 അക്ഷരമാണെന്ന് മനസ്സിലാക്കുക. ആ 4 അക്ഷരങ്ങളിൽ 1, 2, മൂന്നാമത്തെ അക്ഷരത്തിന് എന്താണോ ഹർക്കത്ത് അതനുസരിച്ചാണ് അംറിന്റെ ഹർക്കത്ത് തീരുമാനിക്കുക, കൽപ്പനയുടെ ഹർക്കത്ത് തീരുമാനിക്കുക. ഇപ്പൊ ലഹബ യദ്ഹബു എന്ന് പറയുമ്പോൾ യദ്ഹബുവിന്റെ 4ാമത്തെ അക്ഷരത്തിന് എന്താണ് ഹർക്കത്ത് വരുന്നത്? യദ്ഹബു. 3ാമത്തെ അക്ഷരത്തിന് എന്താ ഹർക്കത്ത് വരുന്നത്? ഫതഹ്. ജലസ യജ്ലിസു, 3ാമത്തെ അക്ഷരത്തിന് എന്താണ് ഹർക്കത്ത് വരുന്നത്? കസ്ർ. അപ്പൊ ഫതഹോ കസ്റോ ആണെങ്കിൽ, 3ാമത്തേതിന് ഫതഹോ കസ്റോ ആണെങ്കിൽ അതിന്റെ കൽപ്പന ക്രിയക്ക് കസ്റായിരിക്കും. ഇപ്പൊ ജലസ യജ്ലിസു അല്ലെ, ഇജ്ലിസ് എന്നാണ് പറയാ. ലഹബ യദ്ഹബു എന്താ പറയാ? ഇദ്ഹബ് എന്നാണ് പറയാ. ദക്കറ യദ്കുറു, ഉദ്കുർ എന്നാണ് പറയാ. അപ്പോ അതിന് ലമ്മാണെങ്കിൽ, മുതാരിനെ 3ാമത്തെ അക്ഷരത്തിന് ലമ്മാണെങ്കിൽ കൽപ്പനയുടെ ആദ്യത്തിൽ എന്തായിരിക്കും? ഉ എന്നായിരിക്കും. ഇത് വ്യാകരണ ശാസ്ത്രപ്രകാരം വേറെ ചില വാക്കുകളും ഭാഷകളും ഉപയോഗിച്ചാണ് പറയാ. മനസ്സിലായോ? നമ്മൾക്ക് ഈ ഹർക്കത്ത് എന്നും ഫതഹ് എന്നും കസ്ർ എന്നൊക്കെ പറയുന്നതിന് വേറെ വാക്കുകളുണ്ട്. നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വാക്ക് വെച്ചിട്ട് ഇപ്പോ പറയാം. നമുക്ക് മനസ്സിലാവണല്ലേ നമ്മൾ പറയേണ്ടേ ഉള്ളൂ എന്നൊക്കെ പറയാം. ഇങ്ങനെ മനസ്സിലാക്കിയ ലളിതമായിട്ട് ദക്കറ യദ്കുറു എന്നതുകൊണ്ടാണ് ഇവിടെ ഉദ്കുറു എന്ന് പറയുന്നത്. അപ്പോൾ ഫ എന്ന് പറഞ്ഞാൽ ഇതുവരെ കഴിഞ്ഞുകൂടിയ, ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഇതിനെ കണക്ട് ചെയ്തു. അതിനാൽ ഉദ്കുറൂനി, നിങ്ങൾ എന്നെ സ്മരിക്കുക. ഇസ്രായേലിൽ എങ്ങനെയാണ്? മുസ്ലിങ്ങൾ എങ്ങനെയാണ്? കിബിലമാറ്റം ഇതാണ്. കിബിലമാറ്റത്തെ കുറിച്ച് ഓരോട് പറഞ്ഞാൽ ഉണ്ടാകുന്ന കഥ എങ്ങനെയാണ്? ഓർക്ക് അതിനെ പറ്റിയിട്ട് ശരിക്കും അറിയില്ല എന്നുള്ള വിഷയത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ആയതിനാൽ, ഇങ്ങനെയൊക്കെ ആയതിനാൽ അതിനാൽ ഉദ്കുറൂനി, നിങ്ങൾ എന്നെ സ്മരിക്കുക. മനസ്സിലായോ? എന്താണ് കഴിഞ്ഞ സമൂഹത്തിന് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അവർ ഈ കോലത്തിലായത്? എന്തുകൊണ്ടാണ് അവരിൽ നിന്ന് ഇപ്പോൾ അല്ലാഹു തആല അവരുടെ നേതൃ പദവിയെ എടുത്തു കളഞ്ഞത്? അള്ളാഹിനെ അവർ മറന്നു എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹിനെ അവർ ഓർമ്മിച്ചില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു പുതിയ സമൂഹത്തിന് ഈ ദൗത്യത്തെ മുഴുവനും കൈമാറ്റം ചെയ്ത് പുതിയൊരു സമൂഹത്തിന്റെ ഈ നേതൃത്വം ഏൽപ്പിച്ചു കൊടുത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴുള്ള കിബില തന്നെയും മാറ്റി പുതിയ കിബിലയാക്കി പുതിയൊരു ജനസമൂഹത്തെ, ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ട് വരുമ്പോ അള്ളാഹ് പറയാണ് ഏതിനാൽ ഇതുവരെയുള്ള ചരിത്രമൊക്കെ പറഞ്ഞു നിലങ്ങിട്ട് ഇപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ? അതിനാൽ നിങ്ങൾ എന്നെ ഓർമ്മിക്കുക.
നിങ്ങൾ എന്നെ ഓർമ്മിക്കുക. ആ സമൂഹത്തിന് കഴിഞ്ഞു പോയ അബദ്ധം നിങ്ങൾക്ക് വരാൻ പാടില്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് നമ്മൾ ഫാത്തിഹയിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആരാണ്? നിന്റെ കോപത്തിന് പാത്രമായവരും വഴിപിഴച്ചവരും കഴിഞ്ഞുപോയി. അവർ കോപത്തിന് പാത്രമാവാനുള്ള കാരണവും വഴിപിഴച്ചു പോകാനുള്ള കാരണവും എണ്ണി പറഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ എന്നെ എപ്പോഴും എപ്പോഴും ഓർമ്മിക്കുക. ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. നിങ്ങൾ എന്നെ ധാരാളമായിട്ട് ഓർമ്മിക്കുക, എപ്പോഴും എപ്പോഴും ഓർമ്മിക്കുക. ആ ഓർമ്മിക്കുക എന്നതാണ് നിങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള മരുന്ന് എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് നിസ്കാരം, പിന്നെ സ്വലാത്ത് ദിക്രി, അല്ലെ? അതിന് തന്നെയാണ് നോമ്പും സക്കാത്തും ഹജ്ജും എല്ലാ ദുആകളും. അള്ളാനെ ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അള്ളാനെ മറക്കരുതോ എന്ന് പറയില്ലേ, അല്ലെ? ഒരാള് ധിക്കാരിയാകുമ്പോ അഹങ്കാരത്തിന്റെ വർത്താനം പറയുമ്പോ നമ്മൾ എന്ത് പറയും? ഓൻ അള്ളാനെ മറന്ന കളിയാണ് കളിക്കുന്നത്. മനസ്സിലായോ? അള്ളാനെ മറന്നവന്റെ കളി അഹങ്കാരത്തിന്റെ കളിയാണ്, ധിക്കാരത്തിന്റെ കളിയാണ്, തെമ്മാടിത്തത്തിന്റെ കളിയാണ്. അള്ളാനെ ഓർമ്മ ഉള്ളവന്റെ കളിയോ ഈമാനിന്റെ കളിയാണ്, അല്ലെ? അത് ഇഖ്ലാസ് ഉള്ളതാണ്, അത് വിശ്വസ്തതയുള്ളതാണ്, അത് വിനയമുള്ളതാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നതിന്റെ കാര്യമാണ്. അപ്പോ അള്ളാഹുവിനെ ഓർമ്മ ഉണ്ടാവുക, അള്ളാഹിനെ ഓർമ്മയില്ലാതിരിക്കുക എന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസം. പൊതുവിൽ മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ മറവിയുള്ളവനാണ്. മറവി നമുക്കൊരു അനുഗ്രഹവുമാണ്. മറക്കാൻ കഴിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ കൊണ്ട് നമ്മൾ എന്താക്കുകയും, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേണ്ടപ്പെട്ടവരുടെ വേർപാടുകൾ, ഇതൊക്കെ നമുക്ക് മറക്കാൻ കഴിയും. ഇപ്പോ നോമ്പ് കഴിഞ്ഞപ്പോ നമ്മൾ എന്തായി, പലതും നമുക്ക് മറന്നു, അല്ലെ? നോമ്പോട് കൂടിയിട്ട് പണ്ടത്തെ വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, ആൾക്കാരോടുള്ള പക, അതെല്ലാം മറന്നോ? മറന്നില്ലെങ്കിലേ കാര്യമുള്ളൂ. ഇല്ല, വയറൊക്കെ എപ്പോഴും ഓർമ്മ വെച്ച് നടക്കുകയാണെങ്കിൽ അതിനോട് കാര്യമില്ല. വെറുതെ പട്ടിണി എടുത്തെന്ന് മാത്രമേ. ഓൻ അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഓൻ അങ്ങനെ, വാപ്പ അങ്ങനെയാണ് എന്നൊക്കെയുള്ള വിചാരങ്ങളെ മനസ്സിൽ നിന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വെറുതെ പട്ടിണി എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. മറക്കണം, ഓർക്കണം. മനുഷ്യന്റെ ഒരു കഴിവാണ്, ആ കഴിവിനെ ഉപയോഗപ്പെടുത്തണം എന്നതാണ്. പക്ഷെ മറവികളിൽ ഗുരുതര കുറ്റമായിട്ടുള്ള ഒരു മറവിയുണ്ട്, ക്രൈമായിട്ടുള്ള ഒരു മറവിയുണ്ട്. അത് അള്ളാഹിനെ മറക്കലാണ്. അള്ളാഹുവിനെ മറക്കുന്നവനെ കുറിച്ച് പറയുന്നത് തന്നെ മറക്കുന്നവൻ എന്നാണ്. ഒരാൾ അള്ളാഹിനെ മറന്നാൽ അയാളെ തന്നെയാണ് മറന്നുള്ളത്. അള്ളാഹ് അതിനോട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല, ദോഷം നമുക്ക് തന്നെയാണ് ഉള്ളത്. അപ്പൊ അള്ളാഹിനെ മറക്കുന്നവൻ തന്നെ മറന്നവനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. അതേ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ വലിയ നഷ്ടത്തിലാണ്. അപ്പൊ സമ്പത്ത് കാരണമായോ സന്താനങ്ങൾ കാരണമായോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തടയപ്പെടുന്ന ആളുകൾ പടച്ചോനെ മറന്നു പോവാ, മക്കൾക്കും വേണ്ടിയിട്ട് പടച്ചോനെ മറന്നു പോവാ, സ്വത്തിനും വേണ്ടിയിട്ട്, അവർ നഷ്ടകാരികളാണ്. ലാഭമല്ലാതെ വലിയ നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ ഓർമ്മിക്കുക. ഇവിടെ ഒരു പ്രത്യേകമായ സമൂഹത്തെ അള്ളാഹു തആല അവന്റെ ദൗത്യം ഏൽപ്പിച്ചിട്ട് വളരെ പ്രാധാന്യപൂർവ്വം പറയുന്ന ഒരു വസിയത്താണ്, നിങ്ങൾ എന്നെ ഓർമ്മിച്ചു. നിങ്ങൾ കഴിക്കൂല, നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവൂല. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ സ്ഥാനം, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ പദവി, അതൊന്നും എന്താവൂല, നഷ്ടപ്പെട്ടു പോകൂല. അതൊരു ശാപ കോപ കാരണമാവുകയില്ല. വേദക്കാരിൽ പലരും എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അള്ളാഹനെ മറന്നുപോയി. ദീർഘകാലം അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന് അവരുടെ മനസ്സിനെ നീണ്ടുപോയപ്പോ മനസ്സുകൾ കടുത്തുപോയി.
പരസ്പരമുള്ള ഉത്ബോധനങ്ങളിൽ നിന്നും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും കാലം ദൈർഘ്യമുണ്ടായത്. അള്ളാഹിനെ ഓർമ്മിക്കാതെ കുറെ കാലങ്ങൾ പോയി. അപ്പൊ എന്ത് സംഭവിച്ചു? മനസ്സുകൾ കടുത്തുപോയി. നിങ്ങൾ നോക്കൂ, ഒരു ദിവസം തന്നെ അള്ളാഹിനെ ഓർമ്മിക്കുന്നതിന് വിടവുണ്ടാകാതിരിക്കാനാണ് 5 വഖ്ത് സ്വലാത്ത്. എണീറ്റപാട് അള്ളാഹിനെ ഓർമ്മിക്കണം, അല്ലെ? പിന്നെ നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിലേക്ക് ഇറങ്ങി ഒരു ഉച്ചയാകുമ്പോ പിന്നെ അങ്ങ് മറന്നു പോകാൻ പാടില്ല. പിന്നെ ഓർമ്മിക്കുക, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഓർമ്മിക്കുക, സന്ധ്യാനേരത്ത് വീണ്ടും ഓർമ്മിക്കുക, കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഓർമ്മയിൽ തന്നെ പോകണം, വീണ്ടും ഓർമ്മിക്കുക. ഇതൊക്കെ ഫർളാണ്. ആ ഫർളിന് പുറമെ സുന്നത്തായിട്ട് വേറെയും ഒരുപാട് സംഗതികൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്വലാത്ത്, അല്ലെ? സുന്നത്തായ നിസ്കാരം. ജുമയെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. കണ്ടോ? എന്തിനാ നിങ്ങൾ ഓടിച്ചെല്ലേണ്ടത്? ആ ദിക്റിന് വേണ്ടിയാണ് നിങ്ങൾ ഓടിച്ചെല്ലേണ്ടത്. അപ്പോൾ ദിക്റിന് വേണ്ടി ഓടിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ ചൊല്ലൽ മാത്രമല്ല ദിക്ർ എന്ന് മനസ്സിലായി. ഈ ഖുർആൻ ക്ലാസ് ഇതൊരു ദിക്റാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതൊരു ദിക്ർ ഹൽക്കയാണ്. ദിക്ർ ഹൽക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലി തീർക്കുന്ന കൂട്ടായ്മക്ക് മാത്രമല്ല പറയാം. അതിന് പറയും തസ്ബീഹ് ചൊല്ലുന്ന കൂട്ടായ്മകൾ, ഇരുത്തങ്ങൾ, തസ്ബീഹ്, തഹ്മീദ്, ഇതിന്റെ തഹ്ലീല്, ഇതിന്റെയൊക്കെ മജ്ലിസുകൾ, ദിക്ർ ഹൽക്ക. അതേ സമയത്ത് ദിക്ർ ഹൽക്ക എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, പ്രഭാഷണം, ജുമുഅ ഖുതുബ, ഖുർആൻ ക്ലാസ്. പരിശുദ്ധ ഖുർആനിന് തന്നെ ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, അല്ലേ? നാം ആകുന്നു ഈ ദിക്റിനെ ഇറക്കിയത്. അപ്പൊ ദിക്ർ എന്ന് പറഞ്ഞാൽ എന്തായി? അപ്പൊ ദിക്ർ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയെ ഓർമ്മിക്കാൻ ഉപകരിക്കുന്ന വാക്കുകൾ, പ്രഭാഷണങ്ങൾ, പ്രാർത്ഥനകൾ, മന്ത്രങ്ങൾ എല്ലാം ദിക്റാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫദ്കുറൂനി, അതിനാൽ നിങ്ങൾ എന്നെ സ്മരിക്കണം. അപ്പൊ നാവ് കൊണ്ടും കൽബ് കൊണ്ടും, കൽബില് ദിക്റില്ലാണ്ട് നാവ് കൊണ്ട് മാത്രം പറഞ്ഞതുകൊണ്ട് ഒരു ഫലമില്ല എന്ന് നമുക്കറിയാം. അപ്പൊ കൽബില് ദിക്ർ വേണം. ചില ആൾക്കാർ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് 33 വട്ടം ചൊല്ലും, കൽബിലേക്ക് കയറിയിട്ടുണ്ടാവില്ല. കൽബില് മീൻ മുറിക്കണ കാര്യമായിരിക്കും, കുക്കറിൽ എത്ര വിസിൽ വന്ന് നയിക്കുക ആലോചിക്കുക, അല്ലെ? അല്ലെങ്കിൽ പിന്നെ നടത്തിയ ഇടപാടിനെ കുറിച്ചായിരിക്കും, ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോണ കച്ചവടത്തിനെ പറ്റിയായിരിക്കും. എന്നിട്ട് ഇങ്ങനെ അപ്പൊ ഒറ്റവട്ടം കൽബിൽ കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതും എന്ന് പറയുന്നതും ആ തസ്ബീഹ്മാലന്റെ ചരടറ്റുപോയാൽ എണ്ണി മൊത്തം കുളവും. അല്ലെങ്കിൽ പിന്നെ തസ്ബീഹ്മാല ഇങ്ങോട്ടാണോ എണ്ണി അങ്ങോട്ടാണോ എണ്ണി എന്ന് കൺഫ്യൂഷൻ. ചില ആള് തവാഫ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഒരു ചെറിയ മാല ഉണ്ട്, 7 മണിയുണ്ട്. ഈ മണി അങ്ങോട്ടോ നീക്കിയോ ഇങ്ങോട്ടോ നീക്കിയെന്ന് രീതിയില്ല കുറച്ചായിട്ട്. അപ്പൊ അതിന്റെ എണ്ണത്തിൽ കൺഫ്യൂഷൻ. ഒക്കെ യാന്ത്രികമായ ഇടപാടുകളാണ്, കൽബിൽ കൊള്ളുന്നില്ല. അതാണ് പ്രശ്നം. കൽബിൽ കൊള്ളണം, മനസ്സാന്നിധ്യം ഉണ്ടാകും. നമ്മൾ തക്ബീർ ഇല്ലേ, ഓർക്കങ്ങനെ ചെല്ലിയെന്നെ എന്തായി ചെല്ലണത്? എന്തിനാ ചെല്ലുന്നത്? എന്തായി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? അള്ളാഹു വലിയവനാന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞോ? അള്ളാഹ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ വലിയവനാട്ടോ, അല്ലെ? നമ്മൾ കുട്ടികളോട് പറയണ്ടായിരിക്കും നല്ല മോനാട്ടോ, എന്തിനാ കുട്ടിനെ നന്നാക്കാനാ പറയാം. അതുപോലെ അള്ളാഹിനെ നമ്മൾ സമാധാനിപ്പിക്കുക. അള്ളാഹ് ഇയാണ് ഏറ്റവും വലിയ ആണോ? അല്ല. നമ്മുടെ ബാങ്കില്, ഇഖാമത്തില്, നിസ്കാരത്തില്, നമ്മുടെ ബലിയിൽ, നമ്മുടെ പെരുന്നാളിൽ എല്ലാം നമ്മൾ ചെല്ലുന്നത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എടോ ഇജ്ജ് ചെറുതാണോ എന്നാണ് പറയുന്നത്. ആരോട്? ആദ്യം എന്നോട്. ആദ്യം സ്വന്തത്തോട് പറയണം, നീ ചെറുതാ, വളരെ ചെറുതാ. നിന്റെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, നിന്റെ ബുദ്ധി, നിന്റെ യുക്തി, നിന്റെ ഭാവന, നീ ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാധനം, അതെല്ലാം എന്താ? വളരെ ചെറുത്.
വളരെ ചെറുതാണ്. നീ ഒന്നുമല്ല. എന്തെല്ലാം രോഗാണുക്കളെ പോലെയാണ് നടക്കണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഏതോ ഒരു ലാബ് ടെസ്റ്റിൽ അത് തെളിഞ്ഞാലേ നമ്മൾ പറയാ ക്യാൻസറാണ്, കിഡ്നി പ്രശ്നമാണ്. അത് തുടങ്ങിയിട്ട് കുറെ കാലമായി. ആ ക്യാൻസറും വെച്ചിട്ടാണ് എന്ത് ചെയ്തത് ഇത്രയും കാലം. ഞാനിങ്ങനെ ഒരു ആളുസാറ അവരൊക്കെ പല സഹായം എന്നെക്കൊണ്ട് കൊടുക്കേണ്ടിയുണ്ട്, ഞാൻ കൊടുക്കണവനാണ് എന്നുള്ളത് സുബാദ് കാണുന്നത്. പക്ഷെ തെളിയിക്കപ്പെടുന്നതോട് കൂടിയിട്ട് എന്തായി, പിന്നെ അയാളും സഹതാപ രംഗത്തിലേക്ക് എടുത്തെറിയും. സഹതാപമില്ല, ആർക്കും ഇഷ്ടമല്ലാത്ത വികാരാട്ടോ. നമ്മള് സുൽക്കടാന്റെ അടുത്ത് പോയിട്ട് ഓക്കെ പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സഹതാപം ആർക്കും ഇഷ്ടമല്ല. അപ്പൊ അതേ സമയത്ത് ഞാൻ പറയാണ്, ഇതൊക്കെ കണ്ടെത്തുന്ന രോഗാണുക്കളും മറ്റു സംഗതികളും ഒക്കെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഓർമ്മ എന്താണ്. ഇപ്പൊ ഇവിടെ ദിക്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് പിടിച്ചെക്കാൻ ആർക്കും കഴിയുന്ന ഒരു സാധനമല്ല. നമ്മളാരും നമ്മളുടെ സ്വർണ്ണൊക്കെ ചിലപ്പോൾ ലോക്കറിൽ കൊണ്ടുപോയിട്ടാല് തേങ്ങ നമുക്ക് ചാകരും, നമ്മൾ മാത്രം പോയിട്ട് തുറക്കുള്ളൂ. വേറെ ആൾക്ക് തുറക്കാൻ കഴിയില്ല, നമുക്ക് അതിൽ തന്നെ ശേഖരിക്കും. പക്ഷെ നമ്മുടെ മെമ്മറി എവിടെയാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്? നമ്മൾ വലിയ കാര്യങ്ങൾ പറയും. ഞാൻ കുറെ ഇൽമുള്ള ആളാണ്, ഞാൻ ആ ഇൽമിന്റെ ചിപ്പങ്ങ് പോയിപ്പോയാല് നീ സീറോയിൽ വെച്ച് ഒന്നൊന്ന് എത്രയാന്ന് വെച്ചാൽ എനിക്ക് എത്രയാണ്, ഒന്നെന്നെ എത്രയാന്ന് അറിയില്ലോ പോയില്ലേ. വലിയ ബുദ്ധിയുണ്ട് എനിക്ക്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, ഞാൻ ഒരുപാട് സംഗതികളുടെ ഭാരവാഹിയാണ്. ഒക്കെ ശരിയാണ്. ഏത് വരെയാണ്? അത് പോണ വരെയാണ്. അത് പോയാൽ ആളുകൾക്ക് പിന്നെ നിന്നോട് ഒറ്റ വികാരമുള്ളൂ, സഹതാപം. ഇനി നീ അതിന്റെ ഇടക്കപ്പെടങ്ങൾക്ക് ഓർമ്മ വന്നിട്ട് എന്തോ പറഞ്ഞു വിചാരിക്കുക, അതിനൊരു വരെ ഉണ്ടാവില്ല. ആരും വേണ്ടിയില്ല. അവനെന്തോ ഓർമ്മബോധങ്ങളോട് പറയാനറിയും. പിന്നെ നിനക്ക് സ്വത്ത് ഒരുക്കാൻ കഴിയോ? ഇല്ല. എന്റെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ട്, നിനക്കത് വിൽക്കാൻ കഴിയോ? ഇല്ല. ഇല്ല, കഴിയില്ല. രജിസ്ട്രേഷൻ തീരുമാനിച്ചതിന് ശേഷം പാപ്പാക്ക് അൽഷുമൈസിന്റെ സുക്കടാണ് എന്ന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ രജിസ്ട്രേഷൻ ക്യാൻസലാവും. നിങ്ങൾ ആലോചിച്ചു. നമ്മൾ ചിലപ്പോൾ വലിയ ഒമ്പതിന് പറയും എന്റെ സ്വത്ത് ഞാൻ അങ്ങനെ പറയും. ഇങ്ങനെയാണെന്ന് നമുക്ക് കാര്യമില്ല. പാപ്പക്ക് ഭ്രാന്തായി പോയി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ പിന്നെ രജിസ്ട്രേഷൻ നടക്കൂല. ഇതാണ്. അപ്പൊ ഈ ഒരു ബോധം ഇല്ലാതെ ആണ് നമ്മൾ പലപ്പോഴും അടി ഉണ്ടാക്കുക, കച്ചറ ഉണ്ടാക്കുക. നമ്മളെ താഴെയുള്ളവരെ നമ്മൾ ആക്ട് ചെയ്തിട്ടാൻ നോക്കുക, നമ്മൾ ആക്ഷേപിക്കാൻ നോക്കുക, അല്ലെ, പാഠം പഠിപ്പിക്കാൻ നോക്കുക. അതൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്, അല്ലാഹുവേ നീ മാത്രമാണ് വലിയവൻ. അതുകൊണ്ട് നിന്റെ ഇഷ്ടം, നിന്റെ താല്പര്യം, നീ പറഞ്ഞ ലക്ഷ്യം, നീ പറഞ്ഞ വഴി, ഇതാണ് എനിക്ക് വലുത് എന്ന് കൽബിൽ കൊണ്ട് പറയുമ്പോഴാണ് തക്ബീറിന് അർത്ഥം ഉണ്ടാവുന്നത്. തക്ബീർ വെറുതെ. അപ്പം കൽബിൽ വേണം ദിക്ർ. ഒന്നാമതായി ദിക്ർ എപ്പോഴും കൽബിൽ ഉണ്ടാവണം. എന്നിട്ട് ആ കൽബിൽ നിന്ന് അത് തിളച്ചിങ്ങനെ മറയലാണ് നമ്മുടെ നാവുകൊണ്ടുള്ള ദിക്ർ ആയി വരേണ്ടത്. അപ്പൊ കൽബിൽ ദിക്ർ നിറഞ്ഞിട്ട് അതെന്ത് ചെയ്യണം? പുറത്തേക്ക് വരുന്നതാണ് നാവ് കൊണ്ടുള്ളത്. നാവ് കൊണ്ടുള്ള ദിക്ർ എന്ന് പറയും എന്തൊക്കെയാണ്? ഏതൊക്കെയാ നാവ് കൊണ്ട് നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ? ഒക്കെ പറയും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കഴിഞ്ഞല്ലേ? ഇനിയുണ്ടല്ലേ? ഇന്നുണ്ടായിക്കോട്ടെ. അപ്പോ ഇങ്ങനെ ഹസ്ബി അല്ലാഹ്, മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അതിങ്ങനെ ആവർത്തിച്ച് നമ്മൾ ഈമാൻ പുതുക്കാൻ പറഞ്ഞില്ല. ഈമാൻ പുതുക്കുക എന്ന് പറഞ്ഞ സംഗതി. എങ്ങനെയാണ് ഈമാൻ പുതുക്കുക? ഈമാൻ എങ്ങനെയാണ് പുതുക്കുക? ഈമാൻ പുതുക്കുക എന്ന് പറയുന്നതിന് പല വഴികളുണ്ട്. പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളത് ഈമാൻ പുതുക്കലാണ്. കുറെ കാര്യങ്ങളുണ്ട്. സഹാബിമാര് പരസ്പരം കാണുമ്പോൾ പറയുന്നതാണ്, എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങൾ ഈമാന്? കൈഫ ഈമാനിക്കും, നിങ്ങൾ ഈമാൻ എങ്ങനെയുണ്ട്? മനസ്സിലായോ? നമ്മളോട് ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ അഞ്ചിപ്പന്റെ ഈമാൻ നോക്കി മുപ്പന്റെ ഈമാൻ നോക്കാൻ വന്നില്ല. അങ്ങനല്ല. കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ചോദിക്കുക, ബിസിനസ് എങ്ങനെയുണ്ട്, കച്ചവടം എങ്ങനെയുണ്ട്, മോളെ കെട്ടിച്ചോടത്ത് എങ്ങനെയുണ്ട്, ഇപ്പം താമസിക്കുന്ന വീട് എങ്ങനെയുണ്ട്, ഇപ്പൊ വാങ്ങിയ പറമ്പ് എങ്ങനെയുണ്ട്,
ചോദിക്കൂലേ? എന്തോടെ ചോദിക്കണേ? നമുക്ക് അതിനോട് താല്പര്യം പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. സഹാബികൾ ചോദിക്കും ഈമാൻ എങ്ങനെയുണ്ട്, മനസ്സിലായോ? അത് പ്രധാനമാണ്. എന്നോട് തവണ ഇത്തിക്കാഫി വെക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഷഹാദത്ത് കുത്തി തരിക. ഷഹാദത്ത് കുത്തി തരിക. അദ്ദേഹം ഇത്തിക്കാഫിരിക്കുന്ന ആളാണല്ലോ, അത് നിസ്കരിക്കുന്നുണ്ട്, ഒന്നുമില്ല, ഞാൻ കാണുന്നുണ്ട്. അത് പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് ചെറുപ്പക്കാരനാണ്, അടുത്ത് വന്നിട്ട് പറഞ്ഞു, രണ്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഷഹാദത്ത് കുത്തി തരിക. ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അദ്ദേഹം ഏറ്റുപറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അദ്ദേഹം ഏറ്റുപറഞ്ഞു. അദ്ദേഹം ദീർഘമായി ദുആ ചെയ്ത് അദ്ദേഹം അല്ലാഹുവിനോട് പശ്ചാത്തലിച്ച് ഇതിന് മനസ്സിലൊരു തിരിച്ചറിവുണ്ടാകുക, എനിക്ക് എന്റെ ഷഹാദത്ത് കൊടുക്കണം, ജദ്ദു ഈമാൻ. അപ്പൊ അത് വന്ന് നമ്മളോട് പറയുമ്പോ നമുക്ക് മനസ്സിലാവണം അതെന്താണ്. അതുപോലെ എനിക്കൊരു ബുക്കിൽ ഇതെന്ന് ചോദിക്കാൻ നിൽക്കരുത്. ഇതൊരു സംഗതിയാണ്. നമ്മുടെ ഈമാൻ എന്നത് പ്രധാനമായ ഒരു കാര്യമായി മാറുക, നമ്മുടെ ഖൽബിനുള്ളിൽ ദിക്ർ ഉണ്ടാവുക. നമ്മൾ ഖൽബിനുള്ളിലുള്ള ദിക്ർ തിളച്ച് മറിഞ്ഞ് പുറത്തേക്ക് നാവുകൊണ്ട് പറയുന്ന അവസ്ഥയിൽ നമ്മൾ കൈകൊണ്ട് എണ്ണി നാവുകൊണ്ട് പറഞ്ഞ് കൽബിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ് നമുക്ക് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഒരുപാട് സംഗതികൾ നമുക്ക് നടക്കുകയാണ്. നമുക്ക് പലതും മറുപടി പറഞ്ഞിട്ടുണ്ടാവും, ആംഗ്യ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ല. തിലാവത്തുൽ ഖുർആൻ അതൊരു പ്രധാനപ്പെട്ട ദിക്റാണ്, മനസ്സിലായോ? തിലാവത്തുൽ ഖുർആൻ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അത് ദിക്റാണ്. അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന അവന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, അത് ദിക്റാണ്. സദഖ ചെയ്യൽ ദിക്റാണ്, സ്വലാത്ത് ദിക്റാണ്, മനുഷ്യന്മാരെ സഹായിക്കൽ ദിക്റാണ്, ഒക്കെ ദിക്റാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നത് നിങ്ങൾ എന്നെ സ്മരിക്കുക. എന്നിട്ടോ പിന്നെന്താ വേണ്ടത്? അപ്പൊ എന്താ അത് പറഞ്ഞത്? അത് കുർക്കും, ഞാൻ നിങ്ങളെയും സ്മരിക്കും. എന്താ പറയുന്നത്? അള്ളാഹു ഓർമ്മിക്കാന്ന് അള്ളാഹ് മറവിയുണ്ട്. മറവിയുള്ള ആളല്ലേ, ഞാൻ ഓർമ്മിക്കുന്നു അറിയാം. അള്ളാഹ് മറവിയുണ്ടോ? ഇല്ല. അള്ളാഹു തആല നമ്മളോട് വർത്താനം പറയുമ്പോൾ പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് അങ്ങനെ പറയുന്നത്. അള്ളാന്റെ കൈ എന്ന് പറയുന്നത് അള്ളാന്റെ കൈ ഉണ്ടായിട്ടല്ല. അള്ളാന്റെ കൈ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അള്ളാന്റെ ശക്തി, അള്ളാന്റെ അധികാരം എന്നൊക്കെ. അള്ളാഹുവിലേക്ക് ഒരാൾ നടന്നെടുത്താൽ അള്ളാഹു അയാളിലേക്ക് ഓടിയെടുക്കും. അള്ളാഹു ഓടുക, മനസ്സിലായോ? അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാവാനുള്ള ആലങ്കാരികമായ പ്രയോഗമാണ്. നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ചെയ്യുന്നൊക്കെ പറയണം. എന്നല്ല അത് കുർക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയെ ആരെങ്കിലും ദിക്ർ ചെയ്താൽ, ഇതേപോലെ സ്മരിച്ചു കഴിഞ്ഞാൽ, ഹൃദയം കൊണ്ട് വാക്കുകൊണ്ട് കർമ്മം കൊണ്ട് സ്മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അത് പരിഗണിക്കും. ഒരു ഹദീസിൽ നബി പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ഒരു സദസ്സിൽ പറഞ്ഞാൽ അതിനേക്കാൾ നല്ല ഒരു സദസ്സിൽ നിന്നും മലക്കുകളുടെ സദസ്സിൽ നിന്നും രണ്ട് വായനയാണ്, രണ്ട് പാഠഭേദങ്ങളും അള്ളാഹു ആ പറഞ്ഞ ആളെ കുറിച്ച് പറയും. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളോട് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അള്ളാഹിന്റെ മുഖറബീയങ്ങളായ മലായിക്കത്തുകളുടെ ഒരു സദസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഷിയാബിന് പറയും. അതാർന്നാ വേണ്ടി അതെന്താ വേണോ? നിങ്ങളിവിടെ നിറച്ചു ആള് വേണമെന്ന് എനിക്ക് എന്താ നിർബന്ധം? കാരണം എന്താണ്? എനിക്ക് ആളെ അവിടെ കിട്ടിയാൽ മതി. അപ്പൊ ഞാനാണെന്ന് പറഞ്ഞു, നിങ്ങൾ അള്ളാഹു തആലയെ കുറിച്ച് രഹസ്യമായി ഓർത്താൽ അള്ളാഹു നിങ്ങളെ രഹസ്യമായിട്ട് ഓർക്കും. അപ്പൊ നമ്മളൊരാളെ പറ്റി അള്ളാഹ് അവിടെ നിന്ന് ഓർക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് പറയുന്നു, നമ്മുടെ പേര് പറയുന്നു. വലിയ സദസ്യം അല്ലെ? അതാണ് ഓർക്കും, ഞാൻ നിങ്ങളെയും ഓർക്കും. എന്നിട്ട് പറയുന്നത് വഷ്കുറുലി, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക. നന്ദി കാണിക്കുക.
അള്ളാഹിനോടുള്ള നന്ദി പ്രകടനമാണ് ഇസ്ലാമികമായ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അള്ളാഹുവിനോടുള്ള നന്ദിയാണ്, അള്ളാഹുവിനോടുള്ള നന്ദിയാണ്. ഒരാൾ നമുക്ക് 10,000 റുപ്യ തന്നു, അയാളോട് നമ്മൾ പറയണം 5,000 റുപ്യക്ക് നന്ദി. ഒരാൾ നമുക്ക് 16 റുപ്യ തന്നു, നമ്മൾ അയാൾ പറയാം 5,000 റുപ്യക്ക് നന്ദി. ബാക്കിയോ അതാ ബാക്കി. അള്ളാഹു എനിക്ക് 2 മക്കളെ തന്നു, ഒരു കുട്ടീനെ തന്നതിന് നന്ദി. അള്ളാഹു രാവും പകലും തന്നു, പകലിന് നന്ദി. അങ്ങനെയൊന്നും ആരും പറയില്ല. അതേ സമയത്ത് അള്ളാഹു നമുക്ക് ജീവിതം തന്നു, കുറച്ച് അള്ളാഹും കുറച്ച് ബാധകളും അങ്ങനെ ആയാൽ പറ്റില്ല. ജീവിതം മുഴുവൻ അള്ളാഹ് കൊടുക്കണം, ജീവിതം മുഴുവൻ അള്ളാഹ് കൊടുക്കണം. ജീവിതത്തിൽ കുറച്ച് അള്ളാഹുവിനും കുറച്ച് മനുഷ്യന്മാർക്കും കൊടുക്കാൻ പറ്റും. കുറച്ച് അള്ളാഹിന്റെ താല്പര്യത്തിനും കുറച്ച് വേറുള്ളവരുടെ താല്പര്യത്തിനും ആവാൻ പറ്റില്ല. കുറച്ച് ഖുർആനിൽ നിന്ന് എടുക്കുക, കുറച്ച് വേറെ എന്തെങ്കിലും നിന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ജൂതന്മാര് ചെയ്തു. അവർ ഖുർആനിൽ നിന്ന് കുറച്ചെടുത്തു, അവർക്ക് ഇഷ്ടമുള്ളത്. അങ്ങനെ നമ്മളും ഖുർആനിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്തത് ഇന്ത്യയുടെ ജനാധിപത്യ മതേതര രാജ്യത്ത് എന്നൊക്കെ ഒരു പറഞ്ഞിട്ട് എപ്പോൾ നടക്കുക എന്നറിയാം. അതാ പറഞ്ഞത് 16 റുപ്യ 5,000-ന് നന്ദി, മറ്റേ 5,000 ഇപ്പോൾ അവിടെ നടക്കൂല എന്ന് പറയാം. മനസ്സിലായില്ല? മനസ്സിലായവർക്ക് മനസ്സിലായി. അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ പറയുന്നത് അള്ളാഹു നൽകിയ ഓരോ നിമിഷത്തിനുമാണ്, ഓരോ കോശത്തിനുമാണ്, ഓരോ ശ്വാസനിശ്വാസത്തിനുമാണ്. എല്ലാം അള്ളാഹുവിനെ സമർപ്പിക്കാനാണ്, ഒന്നും ബാക്കി വെക്കാതെ കൊടുക്കാനാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കുക. വലാ തക്ഫുറൂൻ, നിങ്ങൾ കാഫിരീങ്ങളാവരുത്. കാഫിരീങ്ങളാകരുത് എന്ന് പറഞ്ഞാൽ നിഷേധികളാവരുത് എന്നും അർത്ഥമുണ്ട്, നന്ദികേട് കാണിക്കരുത് എന്നും അർത്ഥമുണ്ട്. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, നന്ദിയുള്ളവരുമാകാം നന്ദി കെട്ടവരുമാകാം. നന്ദിയുള്ളവരുമാകാം കാഫറുമാകാം എന്നാൽ നന്ദിയുള്ളവരുമാകാം നന്ദി കെട്ടവരുമാകാം. ആകാൻ ആയ കുഴപ്പമില്ലാന്നല്ല, ദുനിയാവിലുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളി, പരലോകത്തെത്തുന്നു നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചവരെ, ഇസ്തഈനൂ, നിങ്ങൾ സഹായം തേടിക്കോളൂ, ബിസ്സബ്ർ, സബ്ർ കൊണ്ട്, വസ്സലാഹ്, സ്വലാത്ത് കൊണ്ട്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിനെ എപ്പോഴും ഓർമ്മിക്കണമെങ്കിൽ, അള്ളാഹുവിന് ജീവിതം സമർപ്പിക്കണമെങ്കിൽ, അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെങ്കിൽ അതിന് നമുക്ക് അള്ളാഹിന്റെ സഹായം വേണം. അള്ളാഹു പറയാണ് നിങ്ങൾ സഹായം തേടിക്കോളൂ. എന്തുകൊണ്ട്? എന്തിനെ മുൻനിർത്തിക്കൊണ്ടാണ്? ബിസ്സബ്രി വസ്സലാഹ്, സബ്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും. സബ്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും സഹായം തേടുക. സബ്ർ എന്ന് പറഞ്ഞാൽ ക്ഷമ എന്നാണ് നമ്മൾ പറയാം. കുറച്ചും കൂടി നന്നായിട്ട് പറയുകയാണെങ്കിൽ സഹനം എന്ന് പറയും. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പലതരം ശക്തികൾ വരുമ്പോ അതിനോടൊക്കെയും എതിരിട്ട് അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ പേരാണ് സബ്ർ എന്ന് പറയുന്നത്. അനുഷ്ഠാനങ്ങളുടെ വിഷയത്തിലായാലും ആചാരങ്ങളുടെയോ ചെലവഴിക്കലിന്റെയോ ഒക്കെ വിഷയത്തിൽ സബ്ർ ഉള്ളവരാവുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സബ്ർ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം. അപ്പൊ ആ സബ്ർ കാണിക്കുമ്പോഴൊക്കെ അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യും? സഹായിക്കും. സബ്ർ കാണിക്കുമ്പോ അള്ളാഹു നമ്മളെ സഹായിക്കും. നമ്മളെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോ, അള്ളാഹുവിനെ ദീനെ അംഗീകരിച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആവേശത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും. അത് അള്ളാഹുവിനോട് ഒരു സഹായം ചോദിക്കലാണ്. നമ്മൾ കാണിക്കുന്ന സബ്ർ അള്ളാഹുവിനോടുള്ള സഹായം ചോദിക്കലാണ്. പിന്നെ നമസ്കാരം കൊണ്ട്, സ്വലാത്ത് കൊണ്ട് സഹായം ചോദിക്കുക. അല്ലെ?
നമുക്ക് നിസ്കരിക്കണേ തന്നെ വേറെ ആരോ സഹായം വേണ്ട വിധത്തിലാണ്, എങ്കിലും ഇത് നടക്കൂല. നിസ്കാരം തന്നെ ചിലപ്പോൾ ഒരാളെ സഹായം വേണ്ട വിധത്തിലാവും. ഇങ്ങനെ എണീക്കാനും നിൽക്കാനും ഇരിക്കാനും മാത്രമല്ല, ഓർമ്മാക്കേണ്ടി വരും വേറെ ആരെങ്കിലും വന്ന് നിസ്കരിച്ചോ നിൽക്കുമ്പോൾ അവർക്കിത് ബാധകമല്ല. അങ്ങനെയാണോ നിങ്ങൾക്ക്? അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും പറയും നിങ്ങളെ പറ്റില്ല ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയും വെറുതെ പറയാൻ അല്ല, ഞാനുള്ള തന്നെ പറയണേ, നിങ്ങളെ പറ്റൊന്നല്ല പറയണേ. അതേ സമയത്ത് ഖുർആൻ ഓതാൻ ഇന്ന് ഓതിയോ നിസ്കരിച്ചോ എന്നിങ്ങനെ ചോദിക്കേണ്ടി വരിക. മനസ്സിലായോ? സക്കാത്ത് കൊടുത്തോ, സദഖ ചെയ്തോ, അള്ളാഹിന്റെ മാർഗത്തിൽ നീ സമരം ചെയ്തോ, ആളുകളെ സഹായിച്ചോ, പാവപ്പെട്ടവനെ സഹായം കൊടുക്കാൻ പ്രേരിപ്പിച്ചോ, ദീന്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിച്ചോ, അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ ഇത്ര ബിസ്മീന്ന്, നീ എന്തെങ്കിലും വായിക്കുന്നുണ്ടോ, ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് വായിക്കുന്നുണ്ടോ, നീ ദുആ ചെയ്യുന്നുണ്ടോ? മനസ്സിലായോ? സ്കെച്ച് വായിച്ചു കുട്ടികളോട് പറഞ്ഞു. പിന്നെ അങ്ങനെ കയറി വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് കൂടി ബാധയാണല്ലോ തിരിയുന്നത്. നമ്മളെ പറ്റിയല്ല, ചെയ്യാത്ത ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. സ്വലാത്ത് കൊണ്ട് സഹായം ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ബിലാലേ ബാങ്ക് വിളിക്കൂ, ഞങ്ങളെ സന്തോഷിപ്പിക്കും. എനിക്ക് വിഷമം ഉണ്ടാവുമ്പോ പ്രയാസം ഉണ്ടാകുമ്പോ നബി ബിലാലിനെ വിളിക്കും. അത് പറയും, ബിലാൽ ബാങ്ക് വിളിക്കൂ, ഞങ്ങളെ സന്തോഷിപ്പിക്കും, ഞങ്ങളെ നിസ്കാരത്തിന് വേണ്ടി വിളിക്കൂ. കാരണം നിസ്കരിച്ചാൽ അതോടുകൂടിയിട്ട് സന്തോഷം ഉണ്ടാവുന്നുണ്ടോ? വെറുതെ ആലോചിച്ചാൽ മതി, എന്നോട് പറയണ്ട, ഞാൻ ഇതിന്റെ ആളല്ല, ഞാൻ തന്നെ എന്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞിരുന്ന കാര്യം, ഒരു നിസ്കാരം നിസ്കരിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ടോ? ഒരു സങ്കടം ഉണ്ടായിരിക്കുമ്പോൾ നിസ്കരിക്കാൻ പോയി തിരിച്ചു വരുമ്പോ ആ സങ്കടം അതേ അളവിൽ തന്നെ ഉണ്ടായതാണോ? ഒരുത്തനോട് ദേഷ്യം പിടിക്കുമ്പോൾ നിസ്കരിക്കാൻ പോയി വന്നാൽ ഓനെ പറ്റി പറയാനുള്ള 4 ചീത്തയും കൂടി ഓർമ്മയായതാണോ? നിസ്കരിക്കുമ്പോൾ വല്ലതും ഉണ്ടാക്കുകയുള്ളൂ, അപ്പൊ ഓന്റെ ബാക്കികളും കൂടി പറയാം. അങ്ങനെയാണോ? അങ്ങനാണെങ്കിൽ സ്വലാത്ത് എന്താണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ സങ്കടമുള്ളത് മരണമാണ്. അപ്പൊ നമുക്ക് അള്ളാഹ് തന്നത് നിസ്കാരമാണ് അല്ലേ? ആശങ്ക ഉള്ളത് ഗ്രഹണമാണ്, നമുക്ക് അള്ളാഹ് തന്നത് നിസ്കാരമാണ്. സന്തോഷമുള്ള സമയമാണ് പെരുന്നാള്, നമുക്ക് അള്ളാഹ് തന്നത് നിസ്കാരമാണ്. നമുക്ക് സങ്കടത്തിലും ആശങ്കയിലും സന്തോഷത്തിലും ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അല്ലേ? എല്ലാപ്പോഴും നമ്മൾ നിസ്കരിക്കാനാ പറഞ്ഞത്. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള അടുപ്പമുള്ള ഒരു സംഗതിയാണ്. പടച്ചവനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന നേരമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സഹായം ചോദിച്ചോളൂ. സബ്ർ കൊണ്ടും നമസ്കാരം. അല്ലാഹു പറയാണ്, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നിശ്ചയമായിട്ടും അല്ലാഹു സ്വാബിരീങ്ങളുടെ കൂടെയാണ്. വേറെ ഒന്ന് കേൾക്കണമെങ്കിൽ ഈ സഹായം അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. എന്താ കാരണം എന്നറിയാം? മുസ്ലിങ്ങള് മക്കയിൽ നിന്ന് പോയല്ലോ, ഹിജ്റ പോയല്ലോ, മക്കയിൽ നിന്ന് ഹിജ്റ പോയല്ലോ. എല്ലാവരും കേൾക്കണ്ടോ? മക്കയിൽ നിന്ന് ഹിജ്റ പോയി. അപ്പോ ഹിജ്റ പോയതിന് ശേഷം അവരെല്ലാവരും ബൈത്തുൽ മഖ്ദിസിലേക്കാണ് തിരിഞ്ഞ് നിസ്കരിക്കണേ, അല്ലേ? ആണോ? എന്താ ഒരു ഉഷാറില്ല. നിങ്ങൾക്ക് നോമ്പുണ്ടപ്പോ എന്താ? നോമ്പുള്ളവർക്ക് ഉഷാറുണ്ട്, ഇല്ലാത്തവരാണ് ബേജാറായിരിക്കും. നോമ്പ് വെക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ബേജാറായിരിക്കും ചിലപ്പോ. അല്ലെങ്കിൽ പിന്നെ റമദാനിലൊക്കെ ഉറങ്ങിയൊരു സമയം ആണെന്നുള്ളത് കൊണ്ടുള്ള അതിന്റെ ഒരു ഉണ്ടല്ലോ. നമുക്ക് പറ്റി ശരിക്കും ഉച്ചക്ക് വിശക്കാനൊക്കെ തുടങ്ങുന്ന ഒരാഴ്ച കഴിയും. അരുവിനാണെങ്കിൽ ഭയങ്കര വിശക്കുവാണ്. എനിക്കൊക്കെ അങ്ങനെയാണ്, അരുവിനാ വിശക്കുന്നത്. അപ്പൊ അത് മാറണേ കുറച്ച് കഴിയും. അപ്പൊ അതുപോലെ ഇപ്പോഴത്തെ ഒരു ഒറ്റത്തിന്റെ ഒരു സംഗതി ഉണ്ടാവുമായിരിക്കും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോൾ അവർ ബൈത്തുൽ മഖ്ദിസിന് നേരെ തിരിഞ്ഞപ്പോൾ മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികളായ ഖുറൈശികൾ എന്ത് മനസ്സിലാക്കി? മുഹമ്മദും കൂട്ടരും പോണ വഴിക്ക് പോയി മനസ്സിലാക്കി. ഞങ്ങളുമായിട്ട് എന്തില്ല എന്ന് പറഞ്ഞാൽ ഈ കഅബയുടെ ചുറ്റിലും നടക്കുന്ന പരിപാടിയും ബിസിനസ്സും ഒക്കെ ആയിരിക്കാണ് ഇനി
ഞങ്ങൾക്കാണ്, ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആൾക്കാരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ മുഹമ്മദ് കൂട്ടരും പറഞ്ഞിരുന്നു അല്ല ഞങ്ങളാണ് ഇബ്രാഹിമി മില്ലത്ത്. എന്നാലും വേണ്ടില്ല ഒരു പോയല്ലോ, ഓലെ കിബിലയും മാറി ഒരു വേറെ പൈക്കായി. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് ഇനി എന്താവൂല വരും. അതേ സമയത്ത് കിബില ഇങ്ങോട്ട് തിരിഞ്ഞ് കഅബയുടെ നേരെ തിരിഞ്ഞു. അത് തിരിഞ്ഞതോട് കൂടിയിട്ട് ഇവർക്കും ചിലത് തിരിഞ്ഞു. എന്താ തിരിഞ്ഞത്? മുഹമ്മദ് കൂട്ടരും കഅബയും പരിസരവും വിട്ടു പോയിട്ടില്ല. അദ്ദേഹം എന്താണ് ഇനിയും ലക്ഷ്യം വെക്കുന്നത് അങ്ങോട്ട് തന്നെയാണ്, കഅബയിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇനിയും വരും. അതുകൊണ്ടാണ് കിബില മാറ്റം നടന്നിട്ട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ബദർ ഉണ്ടായത്. ഈ കിബില മാറ്റം നടന്നതോടുകൂടി അവർക്ക് കാര്യം മനസ്സിലായി, ഇതൊരു മക്കാ വിജയത്തിനുള്ള ഒരുക്കപ്പാടാണ് എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇല്ലാത്ത കാരണം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ബദർ നടത്തിയത്. ബദറിന് ശരിക്കും ഒരു കാരണം ഉണ്ടായിട്ടില്ല. കിബില മാറ്റത്തോട് കൂടിയിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരും ഇതാ കിബിലയെ മാറ്റിയിട്ട് കഅബനെ നേരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അവർക്ക് മനസ്സിലായി ഇത് നിസ്കാരത്തിന്റെ മാറ്റം മാത്രമല്ല, ഇത് വമ്പിച്ച ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ മാറ്റമാണ്. മദീനത്ത് മക്കത്തെ നിസ്കരിച്ചിട്ടാൽ ഒഴുക്കിപ്പത്ത ഒന്നുമില്ല. ഇപ്പൊ നമ്മളെല്ലാവരും മക്കത്തെ നിസ്കരിച്ചിട്ട് സൗദി അറേബ്യക്ക് എന്തെങ്കിലും വേലാറുണ്ടോ? ഇല്ല. കാരണം എന്താ, ഓർക്കേറെ നമ്മളെ ഉള്ളൂ. അതേ സമയത്ത് ഇത് അങ്ങനല്ല. ഇത് ഇങ്ങോട്ട് തിരിഞ്ഞാൽ അതോടുകൂടിയിട്ട് ഒരു യൂറോപ്യൻ സായിപ്പ് ഹറമിലെ നിസ്കാരം കണ്ട വീഡിയോ ഉണ്ടല്ലോ. ഹറമിലെ നിസ്കാരം കണ്ട ഒരു സൈനിക ഉദ്യോഗസ്ഥൻ അയാളിങ്ങനെ നോക്കിയിട്ട് എല്ലാവരും തവാഫിയാണ്, വട്ടം ചുറ്റുന്ന ഒരാൾ നിസ്കരിക്കുന്ന. അപ്പൊ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റാൾ ചോദിച്ചു, ഇത് അണിയണിയായിട്ട് സ്റ്റെപ്പായിട്ട് നിൽക്കാൻ എത്ര സമയം വേണ്ടി വരും? അപ്പൊ ഇയാള് വെച്ച് ഓരൊക്കെ പട്ടാളക്കാരാണെന്ന് വെച്ചു. പട്ടാളക്കാരൊന്നുമില്ല, എതൊക്കെ നാട്ടിൽ നിന്ന് വന്ന സാധാരണ മനുഷ്യൻ. എന്നാ പിന്നെ അണിയായി നിർത്താൻ കഴിയില്ലല്ലോ മുദ്രയിപ്പാട്. കാരണം എന്താണ്, ഏതോ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാര് ഇങ്ങനെ വട്ടം ചുറ്റി അങ്ങോട്ട് ഇങ്ങനെ പോണ ഈ ക്രൗഡിനെ എങ്ങനെ അണിയായിട്ട് നിർത്താൻ കഴിയില്ല. അപ്പോഴാണ് ഇക്കാമത്ത് കൊടുത്തത്. എല്ലാവരും ഇവിടെ അവിടെ നിന്നത് മാത്രല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റഫായിട്ടാണ് നിന്നത്. ഇയാൾ വീഡിയോ കണ്ടിട്ട് ആൾ ബേജാറായപ്പോ മറ്റാൾ പറയും, നിങ്ങൾ ബേജാറാകണ്ട, അത് പള്ളിന്റെ അകത്തുനിന്നേ ഉള്ളൂ, പുറത്തേക്ക് അങ്ങനെ പോലും നിൽക്കൂല. പുറത്തൊരു ശൂന്യാണ്, ഷിയാണ്, മറ്റേതാണ്, ഇതാണ്, ഓലെന്നെ പല കോലത്തിലാണ്, ഒരിക്കലും പോലെ സ്വപ്പൊക്കൂല. അങ്ങനെ ബേജാറാണ്. പള്ളിന്റെ അകത്ത് ഈ നിന്ന സഫ് പോലെ എങ്ങാനും ഈ സമൂഹം ഒരു സഫായിരുന്നെങ്കിൽ ഒരു ബൈത്തുൽ മഖ്ദിസിന്റെ 4 അയലത്തേക്ക് വരാൻ ആർക്കും കഴിയില്ല. ഇറാന് കപ്പൽ പിടിച്ചോട് കൂടിയിട്ട് ഇന്ന് നേരം പെട്ടപ്പോ സംഗതി ആകെ മാറി. അപ്പോഴത്തേക്ക് ബൈഡൻ നെതന്യാഹുവിനെ വിളിച്ചു, നെതന്യാഹു മറ്റാളെ വിളിച്ചു, ഗൾഫ് രാജ്യങ്ങൾ സംയമനം പാലിക്കണം എന്ന് പറഞ്ഞു. ആകെ പ്രശ്നം. ഒരു കപ്പല് ആര് പിടിച്ചത്? ഇറാൻ പിടിച്ചു. അജാതി എത്ര എണ്ണുണ്ട് പശ്ചിമേഷ്യയില്? അവരെങ്ങാനും ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് സഫായി നിന്നാൽ ആ പലസ്തീനിലെ ഗസയിലെ മക്കൾ ഇങ്ങനെ പടിഞ്ഞു മരിക്കാൻ വെള്ളം കിട്ടേണ്ടാലും ചെയ്യില്ല. പക്ഷെ എല്ലാരും അറിവുന്നാണ് എന്ത് ചെയ്യുള്ളൂ, അങ്ങനെ നിൽക്കുള്ളൂ. പുറത്തുനിന്ന് ഇങ്ങനെ നിൽക്കൂല. അങ്ങനെ നിൽക്കാൻ നിന്നാലില്ല. ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ ആലോചിച്ചു, ഇന്ത്യയിൽ എത്ര കോടി മുസ്ലിങ്ങളുണ്ട്? ഈ മുസ്ലിങ്ങൾ ഒരു സഫായി നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംഭവം ഒരു സെൽഫായിട്ട് നിൽക്കില്ല മാത്രമല്ല, അപ്പുറത്ത് സെൽഫായി നിൽക്കുന്നവരെ ബാക്കിൽ നിന്ന് പോയി ചവിട്ടയും കുടിച്ചിരിക്കും. അതാണ് കഥ. അപ്പൊ അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നീക്കം എന്താണ്. അവർക്ക് ദീനുൽ ഇസ്ലാമിനെ പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല. ഓൽക്കറിയാതെ എന്താ സംഭവം. അതുകൊണ്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് കിബില മാറ്റിയാലുള്ള നിസ്കാരം അവിടെ ഇങ്ങോട്ട് തെക്കും പടക്കും മാറി എന്നുള്ളത് അല്ല പ്രശ്നം. നാളെ ഞങ്ങളുടെ കഅബയുടെ മേലും മക്കയിലും ഞങ്ങൾ പുലർത്തിപ്പോരുന്ന അധികാരത്തെ ഇത് ബാധിക്കും എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് കിബില മാറ്റം കഴിഞ്ഞിട്ട് ആകപ്പാടെ 3 മാസം കഴിയുമ്പോഴേക്ക് ഓരെന്താക്കി, ഒരു കാരണം ഉണ്ടാക്കി ബദർ എന്ന് പറയുന്ന യുദ്ധം
ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ജയിച്ചു, വേറെ കാര്യം. പക്ഷെ ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു ഉഹുദ് നടത്തി, ഉഹുദിൽ നമുക്ക് പരിക്ക് പറ്റി. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, കിബിലൊക്കെ മാറി, നിങ്ങൾക്ക് നേതൃത്വം തന്നു, നിങ്ങൾ ഇനി വേണ്ടത് എന്താന്ന് വെച്ചാൽ എന്നെ ഓർമ്മിക്കും. എന്നാ നിങ്ങൾക്ക് ബേജാറിന്റെ ആവശ്യമില്ല. നിങ്ങൾ എന്നെ സ്മരിച്ചോളൂ. നിങ്ങൾ സ്വലാത്ത് കൊണ്ടും സ്വബറ് കൊണ്ടും എന്നോട് സഹായം ചോദിച്ചോളൂ. സ്വബറ് വേണം. ഇറങ്ങി തിരിച്ചാൽ ആരെ കണ്ണെട്ടുമ്പോൾ വാങ്ങി വെച്ചതാകും. അതിൽ തന്നെ നിൽക്കാം. ബദറിലേക്ക് പോകുന്ന സഹാബിമാർക്ക് സ്വബറുണ്ടായത് കൊണ്ടാണ്. ഉഹുദിലേക്ക് പോകുന്ന സഹാബിമാരിൽ സ്വബറുകേട് കാണിച്ചതാണ് മലങ്ങളിൽ ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് പരാജയം ഉണ്ടായത്. അല്ലേ? നിൽക്കാൻ പറഞ്ഞില്ല. അവിടുന്ന് സ്വബറുകേട് കാണിച്ചു. അവിടെ അവർ 40 ആൾ ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് കണ്ട പ്രശ്നം വരുന്നത്. പാടില്ല. നിങ്ങൾ സ്വബറ് കാണിക്കും. അങ്ങനെ നിങ്ങൾ സ്വബറ് കാണിച്ചാൽ അള്ളാന്റെ സഹായം. അപ്പൊ നിങ്ങൾ ഖുർആൻ പഠിക്കാനാണെങ്കിൽ ചെറിയൊരു കാര്യം ഞാൻ പറയും. ഖുർആൻ പഠിക്കാൻ നമ്മളൊരു സ്വബറ് കാണിച്ചാൽ അള്ളാന്റെ സഹായം ഉണ്ടാവും. നമുക്ക് തിരിയാത്തത് തിരിയും, ഓർമ്മയിൽ നിൽക്കാത്തത് ഓർമ്മയിൽ നിൽക്കും. നിങ്ങൾ ഇഫ്താക്കാൻ നോക്കിയാൽ നിങ്ങളുടെ ഓർമ്മശക്തി കൂടും, നിങ്ങളുടെ ധൈര്യവും സ്ഥൈര്യവും വർദ്ധിക്കും, നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. മാഹുവ ശിഫാഉൻ എന്നാണ് അള്ളാഹുവിന്റെ കലാം. ശിഫയാണ്. എന്താ പറയുക? അന്ധവിശ്വാസം ഖുറാഫാത്തൊന്നല്ല പറയുന്നത്. ഇത് ജീവനില്ലാത്തൊരു സാധനമൊന്നല്ല. ഇതിനത്ര ജീവൻ ഒന്നിനുമില്ല. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ നമ്മൾ ഒരു സ്വബർ കാണിച്ചാൽ അപ്പൊ നമുക്ക് എന്താവും? അത് സഹായം ഉണ്ടാവും. അതുകൊണ്ട് വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ സ്വബർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. ഈ 2 ആയത്തുകൾ നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫസ്കുറൂനി അദ്കുർകും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. അതിനാൽ നിങ്ങൾ എന്നെ ഓർമ്മിക്കുക, അദ്കുർകും ഞാൻ നിങ്ങളെയും ഓർമ്മിക്കും, വഷ്കുറൂലി നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക, വലാ തക്ഫുറൂൻ നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ മുഅ്മിനീങ്ങളെ, ഇസ്തഈനു നിങ്ങൾ സഹായം ചോദിക്കുക, ബിസ്സബ്ർ സബർ കൊണ്ട്, വസ്സലാ സ്വലാത്ത് കൊണ്ട്. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു മഅസ് സ്വാബിരീൻ സബറുള്ളവരുടെ കൂടെയാണ്. നന്ദി. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله.